ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗവതം ശ്രവണം എന്ന ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിനെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളിൽ കൂടി പരിചയപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് കൃഷ്ണ കഥാമൃതം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണയാണ് നമ്മളുടെ ക്ലാസ് തുടങ്ങിയത്. എല്ലാ വ്യാഴാഴ്ചയും 8 മണി മുതൽ 9 മണി വരെയാണ് നമ്മളുടെ ക്ലാസ്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് ശ്രീമദ് ഭാഗവതത്തിന്റെ ഗ്ലോറീസ് അല്ലെങ്കിൽ അതിന്റെ കീർത്തികളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനുശേഷം ആദ്യത്തെ ശ്ലോകം, ശ്രീമദ് ഭാഗവതം തുടങ്ങുമ്പോൾ ഗ്രന്ഥകർത്താവ് 3 ശ്ലോകങ്ങൾ വന്നിട്ട് ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ചും ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്ന വിഷയത്തെക്കുറിച്ചും പറയാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ആക്ച്വലി യഥാർത്ഥത്തിൽ ശ്രീമദ് ഭാഗവതത്തിന്റെ കഥ തുടങ്ങുന്നത് തന്നെ. അപ്പൊ ആദ്യത്തെ ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത്, ജന്മാദ്യസ്യ യതഃ എന്ന് പറയുന്ന ശ്ലോകം. അതിൽ നമ്മൾ വസ്തുനിർദ്ദേശം, അതായത് എന്താണ് ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതില് നമ്മൾ പരമസത്യത്തിന്റെ, അതായത് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് പരമസത്യത്തിനെ കുറിച്ച് പറയുന്നതായതുകൊണ്ട്, ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് പറയുന്നതായതുകൊണ്ട് എന്താണ് നമ്മൾ അതിന്റെ 7 ക്യാരക്ടറിസ്റ്റിക്സ്, ഭഗവാന്റെ പരമസത്യത്തിന്റെ 7 ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ ഇനി ശ്രീമദ് ഭാഗവതത്തിന്റെ സ്വീറ്റ്നെസ് അല്ലെങ്കിൽ മാധുര്യത്തെക്കുറിച്ചും ശ്രീമദ് ഭാഗവതത്തിന്റെ ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ മഹത്വത്തെക്കുറിച്ചും പറയും. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കീർത്തനം ചെയ്യാം, ഭഗവാന്റെയും ഗുരുവിന്റെയും കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദനന്ദന വ്രജ ജനരഞ്ജന. ജമുനാ തീരവനചാരി, ജമുനാ തീരവനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം, ജയ കൃഷ്ണ ബലരാം, കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗൗരനിതായ്, ജയ ഗൗരനിതായ്, ഗൗരനിതായ് ജയ ഗൗരനിതായ്. ജയ ജയ പ്രഭുപാദ്, പ്രഭുപാദ്, പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ്, ഗുരുദേവ്, ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ, ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം 2-3 ശ്ലോകങ്ങളാണ്, 4 പറ്റുമെങ്കിൽ. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ 2ാമത്തെ ശ്ലോകം 3ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ഈ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള മഹത്വവും
അതിൻ്റെ മാധുര്യവും. അതായത് ഈ ഗ്രന്ഥം എത്രത്തോളം മഹത്തരമാണെന്ന് ആദ്യം നമ്മളോട് പറയും. അത് അത്രയധികം മധുരമായിരിക്കുന്നത് കൊണ്ട് നമ്മളോട് അത് വായിക്കാൻ വേണ്ടിയിട്ട് ഗ്രന്ഥകർത്താവ് ആവശ്യപ്പെടും. അല്ലെങ്കിൽ നിങ്ങളിത് ഒന്ന് വായിച്ചു നോക്കൂ. നമ്മൾ പുസ്തകം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പോകുമ്പോഴേക്കും പറയില്ലേ, ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരുപാട് നല്ലതാണ്, ഞാൻ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇത് വായിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഗുണമായി ഭവിക്കും എന്നൊക്കെ പറയുന്നത് പോലെ. അതാണ് ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ശ്ലോകം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ശ്ലോകം നമുക്കൊന്ന് വായിക്കാം. ധർമ്മ പ്രോജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരാ സാദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിः തക്ഷണാത്. ഇതെന്താണ്? ശ്രീമദ് ഭാഗവതത്തിന്റെ 7 ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് ഇവിടെയും ഗ്രന്ഥകർത്താവ് നമ്മളോട് പറയുന്നു. എന്താണ് പറയുന്നത്? ആദ്യം നമുക്ക് നോക്കാം. ധർമ്മ. നിങ്ങൾക്ക് ഈ വാക്കിന്റെ അർത്ഥം അറിയായിരിക്കും. എന്താണ് ധർമ്മം എന്ന് പറയുന്നത്? ധർമ്മം എന്ന വാക്കിന് ഇപ്പോൾ സംസ്കൃതത്തിലെ ഒരു വാക്കിന് ഒരർത്ഥം മാത്രമല്ല ഉള്ളത്. ഏത് കോണ്ടെക്സ്റ്റ്, അതായത് ഏത് സന്ദർഭത്തിലാണോ ആ വാക്ക് വരുന്നത് അതിനനുസരിച്ച് പല അർത്ഥങ്ങളും ഉണ്ട്. അപ്പൊ ധർമ്മത്തിനും പല അർത്ഥങ്ങളുണ്ട്. ഈ ഒരു ശ്ലോകത്തില് ധർമ്മം എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കടമ, അല്ലെങ്കിൽ ചെയ്തിരിക്കേണ്ട ഒരു ജോലി, അല്ലെങ്കിൽ റിലീജിയൻ, അല്ലെങ്കിൽ എന്താണ് ഒരു വിശ്വാസം, അങ്ങനെ പലതിനെ കുറിക്കാനും ധർമ്മം എന്ന് പറയും. ഇവിടെ ധർമ്മം എന്ന് പറയുന്നത് പ്രോജിത കൈതവ എന്നാണ്. അതായത് പ്രോജിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒഴിവാക്കിക്കോളൂ, അല്ലെങ്കിൽ എന്താണ്, എല്ലാത്തിനെയും തിരസ്കരിച്ചുകൊള്ളൂ. എന്ത് തരം ധർമ്മത്തിനെ? കൈതവ ധർമ്മത്തിനെ. കൈതവ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൺവാണ്ടഡ് റിലീജിയൻ എന്ന് നമ്മൾ പറയും. ധർമ്മം അപ്പൊ എങ്ങനെയാണ് അൺവാണ്ടഡ് ആകുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. എന്താണ് മനുഷ്യന് പരമമായിട്ട് നേടാനുള്ളത്, ഏറ്റവും ഗുണപരമായിട്ട്, അല്ലെങ്കിൽ ആ മനുഷ്യ ജീവിതത്തിന്റെ സഫലമാക്കാൻ വേണ്ടിയിട്ട് അയാൾ ചെയ്യേണ്ടത് എന്താണ്, അത് മാത്രമാണ് ഭാഗവതം ഉദ്ഘോഷിക്കുന്നത് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള ധർമ്മങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പുരുഷാർത്ഥങ്ങളെന്ന്. എന്തൊക്കെയാണ്? ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ എന്ന് നമ്മൾ പറയാറുണ്ട്. ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി, നമ്മളുടെ ഗുണമനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്നാണ് ആ ധർമ്മത്തിന്റെ അർത്ഥം. ആ ധർമ്മം ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് നേടുന്നത്? അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പാദ്യം, അല്ലെങ്കിൽ സമ്പത്ത് നേടുന്നു. ധർമ്മ, അർത്ഥ, കാമ, ആ സമ്പത്ത് കൊണ്ട് നമ്മൾ ഇന്ദ്രിയ നിർവഹണം ചെയ്യുന്നു. അതിനാണ് ധർമ്മ, അർത്ഥ, കാമ. അതായത് എല്ലാ മനുഷ്യർക്കും വന്നിട്ട് എന്തുണ്ടാവും? ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ആഗ്രഹം കാണും. അതിനനുസരിച്ച് ഈ ധർമ്മത്തിനെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? അർത്ഥം നേടും. അർത്ഥത്തിനെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? കാമം, അല്ലെങ്കിൽ നമ്മളുടെ ഡിസയേഴ്സ്, അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ സബലീകരിക്കും. എന്ത് അവസാനം പക്ഷെ ഇത് 3 മാത്രം പോരാ, ഒരെണ്ണം കൂടി വേണം, മോക്ഷം. കാരണം മനുഷ്യ ആയുസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് സാധാരണമല്ല, അസാധാരണമായിട്ടുള്ള ഒന്നാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മോക്ഷം എന്ന് പറയുന്നതാണ് അതിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഗോൾ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ മോക്ഷം എന്ന് പറയുന്നതും ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി പലതരത്തിലുള്ള വഴികളുണ്ട്. നമ്മൾക്ക് ഏറ്റവും ഉത്തമമായ വഴി എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, പരമദവ്യോത്തമ പുരുഷനോടുള്ള ഭക്തി ഒന്ന് മാത്രം. അതിനെ മാത്രമാണ് ഭാഗവതം ഉദ്ഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പ്രോജിത കൈതവ ധർമ്മ. അതായത് കൈതവ ധർമ്മം. ബാക്കിയുള്ള എല്ലാ റിലീജിയൻസിനെയും, റിലീജിയൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആ കോണ്ടെക്സ്റ്റിലല്ല, റിലീജിയൻ ഉദ്ദേശിക്കുന്നത് എന്ത് തരത്തിലുള്ളതാണെങ്കിലും, അതായത് നമ്മളുടെ എന്താണ്, വേദങ്ങളിൽ പലതരത്തിലുള്ള കാണ്ഡങ്ങളുണ്ട്. ധ്യാനം, അഷ്ടാംഗയോഗം, പിന്നെ എന്താണ് ജ്ഞാനം, പിന്നെ
പലതരത്തിലുള്ള ആ വഴികളുണ്ട്. ഇതിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? മോക്ഷം കിട്ടും എന്നാണ് പറയുന്നത്, വേദങ്ങൾ പറയുന്നത്. പക്ഷെ ഭാഗവതം ഏറ്റവും അവസാനം വ്യാസദേവൻ പറയുന്നത് ഇതിലൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അങ്ങനത്തെ എല്ലാ നീണ്ട വഴികളെയും മാറ്റി വെച്ചിട്ട് ഒരേ ഒരു സിമ്പിൾ വഴി മാത്രം മതി. കാരണം അതാണ് കലിയുഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് ധർമ്മ പ്രോഷിത കൈതവ എന്നതിന്റെ അർത്ഥം. സോ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് എല്ലാ കൈതവ ധർമ്മങ്ങളെയും എന്താണ് ശ്രീമദ് ഭാഗവതം തള്ളിക്കളയുന്നു. ഒരേ ഒരു ധർമ്മത്തിനെ മാത്രമേ ഉദ്ഘോഷിക്കുന്നുള്ളൂ. അതെന്ത് ധർമ്മമാണ്? അടുത്തത് കൈതവ ധർമ്മത്തിനെ എല്ലാം കളഞ്ഞു. എന്നിട്ട് പരമ, അത്ര എന്നുള്ള വാക്ക് ഈ ശ്ലോകത്തിൽ 3 പ്രാവശ്യം വരുന്നുണ്ട്. പരമ, പരമ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ട്രൂത്ത്, അതായത് ഏറ്റവും ഉന്നതമായിട്ടുള്ള സത്യം, പരമസത്യം. അതിനെയാണ് ശ്രീമദ് ഭാഗവതം എന്ത് ചെയ്യുന്നത്? നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ പരമ, പരമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് ട്രൂത്ത് എന്നാണ് അർത്ഥം. ഇനി ആരാണ് ഈ ഭാഗവതത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യോഗ്യതയുള്ള ആൾക്കാര്? അതാണ് 3ാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. നിർമത്സരാണാം സതാം വേദ്യം. നിർമത്സര എന്ന് പറഞ്ഞാൽ അസൂയ ഒട്ടുമില്ലാത്ത, സതാം, സതാം എന്ന് പറഞ്ഞാൽ സത്തുക്കൾ, അല്ലെങ്കിൽ നല്ല ഗുണമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്താണ് പയസ് എന്ന് വേണമെങ്കിൽ പറയാം. നിർമത്സരാണാം സതാം വേദ്യം. അവർക്ക് മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? ഭക്തന്മാർക്ക് മാത്രമേ ഭാഗവതത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോ നിർമത്സരാണാം സതാം വേദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭാഗവതത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭാഗവതത്തിനെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, അതിനനുസരിച്ച് ഭാഗവതം റിവീൽ ചെയ്യുകയുള്ളൂ. നിങ്ങൾക്കൊരു സുഹൃത്തുണ്ടെന്ന് വിചാരിക്കുക, ഒരു കൂട്ടുകാരൻ. നമ്മളും അയാളും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും അയാളോട് എന്തോ നമ്മളുടെ ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് അയാളിൽ നിന്നും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ശ്രമിക്കുന്നു. അപ്പോൾ പിന്നെയുള്ള ക്രയവിക്രയങ്ങളിൽ അല്ലെങ്കിൽ പിന്നെയുള്ള സമയത്ത് അയാൾ പൂർണ്ണമായിട്ടും അയാളെ നമുക്ക് തുറന്നു കാണിക്കുമോ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുമോ? ഒരു തവണ അയാൾക്ക് മനസ്സിലായി നമ്മൾ അയാളെ എന്ത് ചെയ്യുകയാണ്? എന്തോ ഒരു അൾട്ടീരിയർ മോട്ടീവ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഗൂഢമായ ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ അയാളെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്ന്. അങ്ങനെ ആകുമ്പോൾ അയാൾ ഒരിക്കലും എന്ത് ചെയ്യുകയില്ല? ഈ ഒരു സ്വഭാവം, അതായത് അയാളുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവത്തെ നമ്മളുടെ അടുത്ത് റിവീൽ ചെയ്യുകയില്ല. ശ്രീമദ് ഭാഗവതം ഇതുപോലെയാണ്. ശ്രീമദ് ഭാഗവതത്തിനെ ആൾക്കാർ എന്തൊക്കെ തരത്തിലാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഭാഗവതത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്, ഭാഗവതം വായിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. പലപ്പോഴും നമ്മൾ ഭാഗവതം വായിക്കുന്നത് കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. ഭാഗവത സപ്താഹ യജ്ഞങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ ശ്രീമദ് ഭാഗവതം വന്നിട്ട് പലപ്പോഴും നമ്മൾ കേട്ടേക്കുന്ന അങ്ങനെയാണ്. സപ്താഹ യജ്ഞത്തിലും 7 ദിവസം കൊണ്ട് മുഴുവനും വായിച്ചു തീർക്കും. പക്ഷേ വായിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് അറിയുകയുള്ളൂ എന്താണ് അവർ വായിക്കുന്നത് എന്ന്. കൂടെ ഇരിക്കുന്ന ആൾക്കാർക്കോ കേൾക്കുന്ന ആൾക്കാർക്കോ ഒന്നും അത് മനസ്സിലാകണോ നിർബന്ധമില്ല. ചില ആൾക്കാർ മാത്രം. ചില ആൾക്കാർ ആ ഭാഗവതം വായിക്കുന്ന സമയത്ത് അന്ന് ഉച്ചയ്ക്ക് പ്രസാദ സദ്യ ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നവരുമായിരിക്കും. പല അമ്പലങ്ങളിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ രുക്മിണി സ്വയംവരത്തിന് മാത്രം, കുചേല കുചേല ആ ഒരു ലീല ചെയ്യുന്ന ആ ദിവസം മാത്രം ഇതൊക്കെ കാണാൻ വേണ്ടി വരുന്നവരുണ്ട്. അവരുടെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് പരിശുദ്ധ ഭക്തിയൊന്നും അല്ല. ഭാഗവതത്തിനെ അല്ലെങ്കിൽ ഭാഗവതം വായിച്ച് ഞാൻ വളരെ വലിയ ഭാഗവത പണ്ഡിതനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വായിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ഒരു റിസൈറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നല്ല മധുരമായിട്ട് ഭാഗവതം വായിച്ചിട്ട് ഈണത്തിൽ വായിച്ചിട്ട് ഞാൻ വളരെയധികം ഈണത്തിൽ വായിക്കുന്ന ആളാണ്, എനിക്ക് അത്രയ്ക്ക് വലിയ പേരുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പേരെടുക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇതെല്ലാം വന്നിട്ട് ശ്രീമദ് ഭാഗവതം എന്ത് ചെയ്യത്തില്ല? ശ്രീമദ് ഭാഗവതം ഇവർക്ക് ആർക്കും റിവീൽ ചെയ്യുകയില്ല. റിവീൽ ചെയ്യുകയില്ല എന്ന് വെച്ചാൽ ശ്രീമദ് ഭാഗവതത്തിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നോ അതിനനുസരിച്ച് മാത്രമേ ശ്രീമദ് ഭാഗവതം നമ്മൾക്ക് സ്വയം തുറന്നു കാണിക്കുകയുള്ളൂ. ശ്രീമദ് ഭാഗവതത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെ ആയിരിക്കണം എന്ന് ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന്റെ ആ ഒരു ശുക പരീക്ഷിത് സംവാദത്തിൽ നിന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
പരീക്ഷിത് മഹാരാജാവ് എന്തിനു വേണ്ടിയിട്ടാണ് ശുകദേവ ഗോസ്വാമിയിൽ നിന്നും ശ്രീമദ് ഭാഗവതം ശ്രവിച്ചത്? തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ മരിക്കാൻ പോകുന്ന അവസരത്തിൽ എന്താണ് എനിക്ക് അൾട്ടിമേറ്റ് എയിം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീമദ് ഭാഗവതത്തിനെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതാണ് ശ്രീമദ് ഭാഗവതം കേൾക്കാനുള്ള യഥാർത്ഥ മൂഡ്. പരീക്ഷിത് മഹാരാജാവിനെ പോലെ, അതായത് എൻ്റെ ജീവിതം എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, അവസാനിക്കാം. എനിക്കിനി പരീക്ഷിത് മഹാരാജാവിനെ അറിയാം അദ്ദേഹം 7 ദിവസം കഴിഞ്ഞാണ് മരിക്കുന്നത് എന്ന്. പക്ഷെ നമ്മൾക്കറിയില്ല നമ്മൾ 7 ദിവസം കഴിഞ്ഞാണോ, 7 സെക്കൻഡ് കഴിഞ്ഞാണോ, 7 മിനിറ്റ് കഴിഞ്ഞാണോ, അതോ 7 വർഷം കഴിഞ്ഞാണോ, അതോ 70 വർഷം കഴിഞ്ഞാണോ മരിക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ നിർമ്മത്സരാണ് ആ ഒരു ശ്രീമദ് ഭാഗവതത്തെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക മാത്രമല്ല അത് കേൾക്കുകയും ചെയ്യണം. കേൾക്കുന്നതോടൊപ്പം തന്നെ ഹൃദയത്തിൽ വന്നിട്ട് അത് സ്വീകരിക്കുകയും ചെയ്യണം. നമ്മളുടെ ഹൃദയത്തിൽ ഭാഗവതത്തിനെ സ്വീകരിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നും പരിവർത്തനം ഉണ്ടാകണം, സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകണം. നമ്മളുടെ ഉള്ളിലുള്ള കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സല്യം തുടങ്ങിയ അനർത്ഥങ്ങൾ മാറണം. ഇങ്ങനെയൊക്കെ ഉള്ള ലക്ഷ്യത്തോടു കൂടി ഭാഗവതത്തെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, ശ്രീമദ് ഭാഗവതം നമുക്ക് റിവീൽ ചെയ്യുകയുള്ളൂ. അതാണ് നിർമ്മത്സരാണാം സതാം വേദ്യം എന്നതിൻ്റെ പരിഭാഷ അല്ലെങ്കിൽ എന്നതിൻ്റെ അർത്ഥം. അത് മാത്രമല്ല ശീല പ്രഭുപാദ് ആ ഒരു പർപ്പോട്ടിൻ്റെ അകത്ത്, ഞാനത് പറഞ്ഞു പോകാം, അത് നമുക്ക് വായിക്കണം എന്ന് നിർബന്ധമില്ല. ആ പർപ്പോട്ടിൻ്റെ അകത്ത് 3 തരത്തിലുള്ള നോൺ എൻവിയസ്നെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നോൺ എൻവിയസ്നെസ് എന്ന് പറഞ്ഞാൽ നിർമ്മത്സര, അതായത് അസൂയയില്ലായ്മ. 3 തരത്തിലാണ് അസൂയയില്ലായ്മ ഉണ്ടാകുന്നത്. നമുക്കറിയാം കലികാലത്തിലാണെങ്കിൽ അസൂയ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെയധികം സമൂഹത്തിൽ വ്യക്തമായിട്ട് കാണും. എന്താണ് സമൂഹത്തിൽ വ്യക്തമായിട്ട് നമുക്ക് സ്കൂൾ മുതലേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? മത്സരം 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 തന്നെയാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസ്, എൻട്രൻസ് എക്സാംസ്, ആ എക്സാം ഈ എക്സാം എല്ലാം വന്നിട്ട് മറ്റുള്ളവരോട് എന്ത് ചെയ്യുകയാണ്? മത്സരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് നിർമ്മത്സരാണാം എന്നാണ്. ഒരു ഭക്തന് വേണ്ട ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്, അയാളുടെ സ്വഭാവത്തിൽ വേണ്ട ശീലം അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത് നിർമ്മത്സര എന്നതാണ്. അത് എന്താണ് നിർമ്മത്സരാന്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഒന്ന് ഭൗതികമായിട്ടുള്ള അസൂയ ഇല്ലാതിരിക്കുക. എന്നേക്കാൾ കൂടുതൽ ധനം, എന്നേക്കാൾ കൂടുതൽ സമ്പത്ത്, എന്നേക്കാൾ കൂടുതൽ പേര് പ്രശസ്തി, എന്നേക്കാൾ കൂടുതൽ സ്വാധീനം, ഇതൊക്കെ വേറെ ആർക്കെങ്കിലും വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം എന്താണ്? എൻ്റെ കർമ്മത്തിനനുസരിച്ച് എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടും, അല്ലെങ്കിൽ ഭഗവാന്റെ മേഴ്സി അല്ലെങ്കിൽ കാരുണ്യത്തിനനുസരിച്ച് എനിക്ക് കിട്ടാനുള്ളത് കിട്ടും എന്ന് ഒരു ഭക്തന് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യുകയില്ല, മറ്റുള്ളവരോട് അസൂയ, ഇതില്ലാത്തത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് അല്ലെങ്കിൽ അപര്യാപ്തത ഉണ്ട് എന്ന് അയാൾക്ക് തോന്നുകയില്ല. അതാണ് ഭൗതികമായിട്ടുള്ള നിർമ്മത്സര അല്ലെങ്കിൽ അസൂയയില്ലായ്മ. ഭഗവാൻ അർജുനനോടും പറഞ്ഞിട്ടുണ്ട്, ഈ ശാസ്ത്രം നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നത് എന്തുകൊണ്ടാണ്? നിനക്ക് അനസൂയവേ എന്നാണ് പറഞ്ഞത്, നിനക്ക് അസൂയ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഭക്തന് ഒരു ഭഗവാന്റെ വാക്കുകളോ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള ലീലകളോ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ്, അസൂയയില്ലായ്മ. ഇതെല്ലാം കേട്ടുകൊണ്ടും നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതും ഇതേ കാര്യം തന്നെയാണ്. എന്താണ്? അസൂയയില്ലായ്മ തന്നെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തേത് ഭൗതികമായിട്ടുള്ള അസൂയ. കാരണം ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ എന്തൊക്കെ നമ്മളെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല, കാരണം എനിക്ക് കിട്ടാനുള്ളതിന് ഭഗവാന്റെ കാരുണ്യം അനുസരിച്ച് എനിക്ക് കിട്ടും, അതിൽ ഞാൻ സംതൃപ്തനാണ്. ഒരു ഭക്തൻ എപ്പോഴും അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. 1. ഇനി 2, ഇതിലും അപ്പുറം അടുത്തത് അയാൾ എന്ത് ചെയ്യും? എല്ലാവരും അസൂയയില്ലായ്മ പ്രാക്ടീസ് ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിക്കും. അതായത് എല്ലാവരെയും, ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും കയ്യിൽ വന്നിട്ട് ഒരു ജ്ഞാനം അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള ഒരു ആധ്യാത്മിക ജ്ഞാനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് നല്ലതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അത് പ്രാവർത്തികമാക്കി വെറുതെ ഇരിക്കുക മാത്രമല്ല ഒരു ഭക്തൻ ചെയ്യുന്നത്, അത് ഇനിയുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യും. അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ അവിടെ ബാക്കിയുള്ളവരെയും ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ഞാൻ മറ്റുള്ളവരെക്കാൾ നല്ല ഗുണമുള്ളവനാണ് എന്നുള്ള വിശ്വാസത്തിലല്ല അയാൾ ചെയ്യുന്നത്. ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ അത്രയധികം പതിതനാണ്, പക്ഷെ എന്നാലും എനിക്കിത് കിട്ടി, അത് കാരുണ്യം ഭഗവാന്റെ ആണ്, അതുകൊണ്ട് തന്നെ ഇത് വിതരണം ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാൾ എന്ത് ചെയ്യും?
ബാക്കിയുള്ളവരെ കൂടി എന്ത് ചെയ്യാൻ ശ്രമിക്കും, ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കും. അതാണ് രണ്ടാമത്തെ അസൂയയില്ലായ്മ. ഇത് പ്രഭുപാദ് പർപ്പട്ടിൽ എഴുതിയിരിക്കുന്നതാണ്. ഇനി മൂന്നാമത്തേത്, സമൂഹത്തിൽ ആകമാനം ഭഗവാനെ കേന്ദ്രീകൃതമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സമൂഹം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിക്കുന്നു. കാരണം എല്ലാവരും നിർമ്മത്സരാണാം ആകണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, ലോകത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഒരു ഭക്തൻ സ്വയം നിർമ്മത്സരാണമാകണം, മറ്റുള്ളവരെ നിർമ്മത്സരാണമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി മൂന്നാമത്, ഈ ലോകം മുഴുവൻ വന്നിട്ട് ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, നിർമ്മത്സരാണാം ആയി മാറണം. ഓക്കെ, അപ്പൊ 3 തരത്തിലുള്ള കാര്യം നമ്മൾ ഇനി വരുമ്പോൾ പ്രഹ്ലാദ് മഹാരാജാവിന്റെ പ്രയേഴ്സിൽ, നരസിംഹമൂർത്തിയോടുള്ള പ്രയേഴ്സിൽ വരും. അപ്പോ നരസിംഹമൂർത്തി 7ാമത്തെ കാൻഡോയിൽ പ്രഹ്ലാദ് മഹാരാജാവിന്റെ പ്രയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാക്കുണ്ട്, സ്വസ്ത്യസ്തു വിശ്വസ്യ ഖലു പ്രസീദതാം എന്ന് പറയുന്നത് പോലെ. അതായത് എല്ലാവരും അസൂയില്ലാത്തവരായി തീരട്ടെ എന്നാണ് പ്രഹ്ലാദ് മഹാരാജ പറയുന്നത്. അപ്പോ ശീല പ്രഭുപാദ് അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് നമ്മളുടെ പ്രഭുപാദ് എന്ന് പറയുന്നത്. ശീല പ്രഭുപാദ് ഒരു വയസ്സായ വ്യക്തി, അദ്ദേഹം സന്യാസം സ്വീകരിച്ച് എവിടെ ഇരിക്കുകയായിരുന്നു, രാധാരമൺ ടെമ്പിളിൽ വന്നിട്ട് രാധാ ദാമോദർ ടെമ്പിളിൽ വന്നിട്ട് ഇരിക്കുകയായിരുന്നു വൃന്ദാവനത്തിൽ. അദ്ദേഹത്തിന് അവിടെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. അദ്ദേഹത്തിന് ആ വയസ്സുള്ള സമയത്ത് പുറത്ത് മറ്റുള്ള സ്ഥലത്ത് പോയി പ്രീച്ച് ചെയ്തില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതം സാർത്ഥകമായേനെ. പക്ഷെ അദ്ദേഹം ചിന്തിച്ചു, എനിക്ക് കിട്ടിയ കാരുണ്യം ബാക്കിയുള്ളവർക്കും കൂടി ഡൊണേറ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി ദാനം ചെയ്യണം. അതാണ് ഈ രണ്ടാമത്തെ നിർമ്മത്സരാണം എന്നതിന്റെ അർത്ഥം, ബാക്കിയുള്ളവർക്കും കൂടി. കാരണം എത്രയധികം ആൾക്കാരാണ് ഈ ഒരു പരമലക്ഷ്യത്തെ പറ്റി മനസ്സിലാക്കാതെ വെറുതെ വന്നിട്ട് ജനന മരണ ചക്രത്തിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത്. അവരെ സഹായിക്കാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, കമ്പാഷൻ, കാരുണ്യം, സഹതാപം എന്നൊക്കെ നമ്മൾ പറയൂലേ, അതാണ് ശീല പ്രഭുപാദർ വന്നിട്ട് ചിന്തിച്ചത്. അദ്ദേഹം വന്നിട്ട് സ്വയം ആ ഡിസ്കംഫർട്ട് എടുത്തിട്ട്, ഈ 70 വയസ്സിൽ ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു അസൗകര്യമാണ്, ഡിസ്കംഫർട്ടാണ്. പക്ഷെ സ്വന്തം ഗുരുവിന്റെ ആജ്ഞ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് പാലിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ അസൗകര്യം സ്വയം സ്വീകരിച്ച് ബാക്കിയുള്ളവരുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ ശ്രമിച്ചു, ആധ്യാത്മിക ഉന്നമനത്തിനായി. അങ്ങനെയാണ് നമുക്ക് ഈ ഭാഗവതം കിട്ടുന്നത്. ശീല പ്രഭുപാദ് ആ ടെമ്പിളിൽ തന്നെ, വൃന്ദാവനത്തിൽ തന്നെ ഇരുന്നിരുന്നു എങ്കിൽ നമ്മൾ ഒരു പക്ഷേ ലോകമെമ്പാടുമുള്ള ആ ഒരു ഇസ്കോൺ എന്ന പ്രസ്ഥാനമേ വരികയില്ലായിരുന്നു. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു നിർമ്മത്സര എന്ന പദത്തിന്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുക പോലും ഇല്ലായിരുന്നു. നമ്മളും സാധാരണ സമൂഹത്തിൽ എല്ലാ ആൾക്കാരും ചെയ്യുന്നത് പോലെ എന്ത് ചെയ്തേനെ, കൂടെ ഒഴുക്കിലങ്ങ് മത്സര ബുദ്ധിയോടുകൂടി പോയേനെ. അപ്പൊ ഇവിടെ ശ്രീമദ് ഭാഗവതം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിർമ്മത്സരാണാം ആയിരിക്കണം എന്ന് പറയും. അതാണ് നമ്മൾ മൂന്നാമത്തേത്. ഇനി എന്താണ് ആദ്യത്തേത്? ധർമ്മ പ്രോചിത കൈതവ, പരമസത്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. നിർമ്മത്സരാണാം സദാം വേദ്യം. ഇനി വാസ്തവം അത്ര വസ്തു ശിവദം. അതിന്റെ അർത്ഥം എന്താണ്? ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന കാര്യം, ശ്രീമദ് ഭാഗവതത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വാസ്തവം, ഹയസ്റ്റ് ട്രൂത്ത്. പരമം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഹയസ്റ്റ് ട്രൂത്ത് തന്നെയാണ്, ഏറ്റവും ഉന്നതമായത് എന്നും പറയും. വാസ്തവം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ വാസ്തവമുള്ളൂ, സുപ്രീം ട്രൂത്ത് ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം വന്നിട്ട് എന്താണ്? ടെമ്പററിയാണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ടെമ്പററി, അല്ലെങ്കിൽ താത്കാലികമാണ്. നമ്മൾ ഈ ലോകത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും ഒരു ടൈമിനനുസരിച്ച് വരും, പിന്നെ കുറച്ച് നാൾ നിലനിൽക്കും, കുറച്ച് ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കും, അത് കഴിയുമ്പോഴത്തേക്കും അത് ഇല്ലാണ്ടായി മാറും. എന്ത് കാര്യം എടുത്താലും. പക്ഷേ പരമസത്യം, അതായത് ശ്രീമദ് ഭാഗവതം പറയുന്ന ആ ഒരു പരമസത്യം എന്ന് പറയുന്നത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സത്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രീമദ് ഭാഗവതത്തിനെ ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കും എന്തുണ്ടാകും? ആ ഒരു ഗോളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകും. അതാണ് എന്ത് പറയുന്നത്? വാസ്തവം അത്ര വസ്തു ശിവദം. പിന്നുണ്ട് ശിവദം.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവ എന്നതിന്റെ അർത്ഥം എന്താണ്? ഓസ്പീഷ്യസ്, ഐശ്വര്യപ്രദായകമായത് എന്നാണ്. ശിവദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യം നൽകുന്നതാണ്. ആ വസ്തു എന്ന് പറയുന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അത് ശിവദവുമാണ്. ഓക്കെ, ധർമ്മപ്രോചിത കൈതവോ അത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം. ഇനിയുള്ളത് താപത്രയോന്മൂലനം. താപത്രയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് താപത്രയ എന്ന് പറയുന്നത്? ത്രയ എന്ന് പറഞ്ഞാൽ 3, താപത്രയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തരത്തിലുള്ള താപം. താപം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ വിഷമം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഈ 3 തരത്തിലുള്ള താപം? 1 ആധി ആത്മിക, 2 ആധി ഭൗതിക, 3 ആധി ദൈവിക. ഈ തരത്തിലുള്ള 3 കാര്യങ്ങളാണ് താപത്രയം എന്ന് ഭാഗവതം പറയുന്നത്. ഭാഗവതത്തിന്റെ പ്രയോജനം എന്താണ്? മഹത്വം എന്താണ്? താപത്രയ ഉന്മൂലനം. ഉന്മൂലനം എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് മാറ്റുക എന്നല്ല, വേരിനെ അർത്ഥം മാറ്റുക എന്നുള്ളത്. ഭാഗവതം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താപത്രയങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ താപത്രയങ്ങൾ വന്നിട്ട് മാറി കിട്ടും എന്ന് പറയുന്നു. എന്താണ് ഈ ആധി ദൈവിക, ആധി ഭൗതിക, ആധി ആത്മിക എന്നതിന് നിങ്ങൾക്ക് അറിയാമോ? ആധി ഭൗതിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴക്കാലമായി ഒരുപാട് കൊതുകുകൾ അവിടെ ഇവിടെ എല്ലാം പെറ്റുപെരുകി എന്ത് ചെയ്യുന്നു? മുട്ടയൊക്കെ ഇട്ട് വിരിഞ്ഞ് പെരുകി വരുന്നു. അത് വന്നിട്ട് നമ്മളെ ഒന്ന് കടിക്കുന്നു, നമുക്ക് പനി പിടിക്കുന്നു, ഡെങ്കിപ്പനി. അത് ആദി ഭൗതികം. മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്, മറ്റുള്ള മനുഷ്യരിൽ നിന്നും ജീവികളിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്നതാണ് ആദി ഭൗതികം. അസുഖം, എന്തെങ്കിലും തരത്തിലുള്ള ആ ഒരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഡിസീസസ്, ഇതിനെയൊക്കെ നമുക്കത് ചിലപ്പോൾ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും, പക്ഷെ ചിലപ്പോൾ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുകയില്ല. ഇതിനെയാണ് ആദി ഭൗതിക എന്ന് പറയുന്നത്. ഇനി ആദി ആത്മിക. ഇതൊന്നുമില്ല എങ്കിലും ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ എനിക്ക് മനസ്സിന് സുഖമില്ല, എന്തോ ഭയങ്കര ടെൻഷൻ. എന്താണ്? മനസ്സ് വിഷമിച്ചിരിക്കുന്നു, എന്തിനെങ്കിലും കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നു. അത് ഈ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിനെക്കാട്ടിലും പ്രശ്നമുള്ള സാധനമാണ്. എന്താണ്? ആദി ആത്മിക എന്ന് പറയുന്നത്. കാരണം എൻ്റെ മനസ്സാണ് എന്നെ ദുഃഖത്തിലാഴ്ത്തുന്നത്. അതിനെക്കുറിച്ച് ചിന്തിച്ച് വന്നിട്ട് ഈ മെന്റൽ ഡിസോർഡർ എന്ന് പറയും അല്ലേ, മാനസികമായിട്ടുള്ള സമ്മർദ്ദം കാരണം ഒരുപാട് ആൾക്കാർ ആത്മഹത്യയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ ഈ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിനെയാണ് ആത്മിക എന്ന് പറയുന്നത്. ഇത് രണ്ടുമില്ല എങ്കിലും ആദി ദൈവിക, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. സുനാമി, വെള്ളപ്പൊക്കം, വരൾച്ച, അങ്ങനെ ഒരുപാട് മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രകൃതിയിൽ നിന്നും ഇതെല്ലാം കൺട്രോൾഡ് ബൈ നേച്ചറാണ്. ദൈവികം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്നോ അതിന്റെ നിയന്താക്കളിൽ നിന്നോ വരുന്നതാണ്. ഇതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇതിനെയാണ് ആദി ദൈവികം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഭാഗവതം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ലേ? അതെന്താണ്? ഭാഗവതം വായിക്കുന്ന ആൾക്കാർക്ക് ഈ ആദി ദൈവിക, ആദി ഭൗതിക, ആദി ആത്മിക വ്യാധികളൊന്നും ഉണ്ടാവുകയില്ലേ എന്ന് ചോദിക്കും. വ്യാധികളൊക്കെ നിലനിൽക്കും, പക്ഷേ ആ ഭാഗവതം വായിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന വ്യക്തിയെ, അയാളുടെ അവബോധത്തെ ഇത് ബാധിക്കുകയില്ല. അതാണ് താപത്രയ ഉന്മൂലനം എന്ന് പറയുന്നത്. എന്താണ്? ഭൗതിക ക്ലേശങ്ങൾ കാരണം ഭൗതിക ക്ലേശങ്ങൾ ഇല്ലാതെ ഇരിക്കുകയില്ല. ഭൗതിക ലോകം എന്ന് പറയുന്നത് ദുഃഖാലയം, അശാശ്വതം എന്ന് ഭഗവത്ഗീത പറയുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും ഇവിടെ അശാശ്വതമായിട്ടുള്ള ഭൗതിക ലോകത്തിൽ ദുഃഖങ്ങൾ ഇല്ലാത്ത അവസ്ഥ വരികയില്ല. പക്ഷേ ആരാണോ ഭാഗവതത്തെ വായിക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ ഭാഗവതം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ആ അവബോധത്തെ ഉയർത്തിക്കൊണ്ട് വരുന്നത്, അയാൾക്ക് ഈ താപത്രയങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് അയാൾ ഇത് ബാധിക്കാതെ ഇരിക്കും. എങ്ങനെയാണ് ബാധിക്കാതെ ഇരിക്കുന്നത്? ശാരീരികമായിട്ട് അസുഖം വന്നാലും അയാൾ ചിന്തിക്കും, എന്താണ് ഈ മിസറീസ് എന്ന് പറയുന്നത് എൻ്റെ കർമ്മം കൊണ്ട് വരുന്നതാണ്. അയാൾ അതിനകത്ത് ഡിപ്രസ്ഡ് ആയി പോവുകയില്ല. അയാൾ കുറച്ചും കൂടെ മച്ചുവർ ആയിരിക്കും. മച്ചുവർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പാകത വന്ന തരത്തിൽ, ബാക്കിയുള്ളവരുടെ അടുത്ത് എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് എല്ലാം ദോഷം കണ്ട്, അല്ലെങ്കിൽ അവരെയും കുറ്റം പറഞ്ഞ് എല്ലാവരെയും കുറ്റം പറഞ്ഞ് ദേഷ്യം പ്രകടിപ്പിച്ചൊന്നും അയാൾ നിൽക്കുകയില്ല. അയാൾ വേണ്ടത് ചെയ്യും. അയാൾ ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ എന്ത്
ചികിത്സാ വിധിയിലാണോ അയാൾ വിശ്വസിക്കുന്നത് അതിനനുസരിച്ച് അയാൾ വേണ്ട ചികിത്സ നേടും. പക്ഷെ അതോടൊപ്പം തന്നെ ഇത് എൻ്റെ ജീവിതത്തിൽ വന്നുപെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്, എൻ്റെ കർമ്മം കൊണ്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ മെച്യൂർ ആയിട്ട് പെരുമാറും. നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാരുണ്യമായി കാണാൻ വേണ്ടിയിട്ട് താപ ആസ് എന്താണ് കൃപ, കൃപ താപ, അതാണ് താപ എന്ന് പറഞ്ഞാൽ എന്താണ്? താപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസറി അല്ലെങ്കിൽ ബുദ്ധിമുട്ട്. താപത്തിന് എന്തായി കാണും? അയാൾ കൃപയായി കാണും. കാരണം ആ സമയത്ത് ആർത്തനായിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് കൂടുതൽ ഭഗവാനെ ഭജിക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് അയാൾ കൂടുതൽ ഭഗവാനിലേക്ക് ആസക്തനാകുന്നത് അല്ലെ. പ്രഹ്ലാദ് മഹാരാജാവ് പറയുന്നുണ്ട് അല്ലെ, പ്രഹ്ലാദ് മഹാരാജാവ് അത്രയധികം ദുഃഖത്തിലിരുന്നിട്ടും പിന്നെ പ്രഹ്ലാദ് മഹാരാജാവിന് ഭഗവാനെ ധ്യാനിക്കാൻ പറ്റിയിരുന്നു, അല്ലെങ്കിൽ ഭഗവാൻ അത്രയധികം ക്ലോസ് ആയിരുന്നു പ്രഹ്ലാദ് മഹാരാജാവിന്. കുന്തി മഹാറാണി പറയുന്നു ഇനിയും ഇനിയും എനിക്ക് ബുദ്ധിമുട്ടുകൾ തരണം. കാരണം അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ എനിക്ക് അവിടത്തെ കുറിച്ച് ഓർക്കാൻ പറ്റുന്നു. അപ്പൊ അങ്ങനെ അതിനെ പോസിറ്റീവായിട്ട് എടുക്കും. അതായത് അയാൾ ഈ താപത്രയത്തിനെ അധികരിക്കുക എന്ന് പറയുന്നത് ഭൗതികമായ ഭാഷയിലല്ല, പക്ഷെ അയാളുടെ മെച്യൂരിറ്റി കൊണ്ട്, അയാളുടെ ടോളറൻസ് കൊണ്ട്, അയാളുടെ ക്ഷമ കൊണ്ട്, അയാളുടെ ഈ ഒരു ഗുണവിശേഷങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കും? എത്ര അധികം താപങ്ങൾ വന്നാലും അയാൾ അതിനെല്ലാം കാരുണ്യമായിട്ടെടുക്കും. മിസറി ആസ് മേഴ്സി എന്ന് പറയും. മിസറി എന്ന് പറയുന്ന ബുദ്ധിമുട്ട്, അതിനെ ഭഗവാന്റെ മേഴ്സി ആയിട്ട് എടുക്കും. അങ്ങനെയുള്ള പക്വതയാണ് ഭാഗവതം വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. അതാണ് താപത്രയ ഉന്മൂലനം എന്നതിന്റെ അർത്ഥം. താപത്രയോന്മൂലനം അല്ലേ. അപ്പോൾ പിന്നെ ഉണ്ട്, കാരണം ഈ തരത്തിലുള്ള ശ്രീമദ് ഭാഗവതത്തിനകത്ത് ഇനിയും ഒരു ശ്ലോകങ്ങളുണ്ട്. തത്തേനുകമ്പം സുസമീക്ഷമാണോ എന്ന് പറയുന്ന ശ്ലോകം നമ്മൾ കാണും. ഇതെല്ലാം ഇനിയും നമ്മൾ കാണാൻ പോകുന്ന ശ്ലോകങ്ങളാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. ഈശ്വരനിലും ഗുരുവിലും ആർക്കാണോ അത്രയധികം ഇതുള്ളത്, വിശ്വാസമുള്ളത്, ഈ ഒരു ഭൗതിക ലോകത്തിൽ എത്രയധികം കഷ്ടപ്പാട് വന്നാലും അയാളുടെ ആ പക്വത ഇല്ലാണ്ടാവുകയില്ല, അയാളുടെ ഈ ഭക്തിയും ഇല്ലാണ്ടാവുകയില്ല. അയാൾക്ക് കിട്ടാൻ പോകുന്നത് സ്വന്തം അച്ഛന്റെ സ്വത്ത് എങ്ങനെയാണോ ഒരു മകന് നാച്ചുറലി എന്തായി പോകുന്നത്, ഇൻഹെറിറ്റഡ് ആയി പോകുന്നത്, അതേപോലെ തന്നെ അയാൾക്ക് കിട്ടാനുള്ളത് എന്താണ്? ആ ഭഗവത് ധാമത്തിലേക്കുള്ള എന്താണ് ആ ലക്ഷ്യമാണ്. അതായത് ബാക്ക് ടു ഹോം, ബാക്ക് ടു ഗോഡ് ഹെഡ് എന്ന് നമ്മൾ പറയും. തിരിച്ചു ഭഗവത് ധാമത്തിലേക്ക് പോകുക എന്നുള്ളത് അയാൾക്ക് നാച്ചുറലി തന്നെ വന്നു കിട്ടും. അത്ര സിൻസിയർ ആയിട്ടുള്ള ആത്മാർത്ഥതയോടുകൂടി അങ്ങനെ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഭക്തന്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു താപത്രയവും ധർമ്മപ്രോചിത കൈതവ അത്ര പരമ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ഇനി ആറാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ഇതാരാണ് രചിച്ചത്? മഹാമുനി കൃതേ, വ്യാസദേവൻ. വ്യാസദേവൻ ആരാണ്? പരാശര മുനിയുടെയും സത്യവതിയുടെയും മകനായിട്ട് കൃഷ്ണദ്വൈപായന വ്യാസൻ സ്വയം ഭഗവാൻ തന്നെയാണ് ലിറ്റററി ഇൻകാർണേഷൻ എന്ന് പറയും. ഭാഗവതം വേദങ്ങൾ രചിക്കാൻ വേണ്ടിയിട്ട് സ്വയം ഭഗവാൻ വന്നിട്ട് അവതരിച്ചതാണ് വ്യാസദേവന്റെ രൂപത്തില്. ആ വ്യാസദേവൻ ആണ് അദ്ദേഹത്തിന്റെ ആ ജ്ഞാനത്തിന്റെ പരിപക്വമായിട്ടുള്ള അവസ്ഥയിൽ എത്രയധികം പുരാണങ്ങളും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടും വ്യാസദേവൻ സംതൃപ്തനായിരുന്നില്ല. അതിനുശേഷം ഏറ്റവും അവസാനം എന്താണ് ആ അസംതൃപ്തിക്ക് കാരണമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ഗുരു നാരദമുനി വരികയും ഭഗവാനെ കുറിച്ച് നീ ആവശ്യത്തിന് പറഞ്ഞിട്ടില്ല, അതാണ് ഏറ്റവും കൂടുതലായിട്ട് പറയേണ്ടത് എന്ന് അറിഞ്ഞ് ആ പരിപക്വമായിട്ടുള്ള അവസ്ഥയിൽ അദ്ദേഹം എഴുതിയതാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതത്തിന്റെ അടുത്ത ഗ്ലോറി എന്ന് പറയുന്നത് മഹാമുനി കൃതേ എന്നാണ്. ലിറ്റററി ഇൻകാർണേഷൻ ആയ ശ്രീല വ്യാസദേവനാണ് അത് എഴുതിയിരിക്കുന്നത്. കിം വാ പരേരീശ്വര, കിം വാ പരേർ. എന്താണ് പിന്നെ അധികം വേറെ വേണ്ടത്? ഒന്നും ആവശ്യമില്ല. ഈ വേറെ ഒരു ലിറ്ററേച്ചർ നിങ്ങൾ വായിച്ചില്ല എങ്കിലും കിം വാ പരേർ, ഏത് ലിറ്ററേച്ചറാണ് നിങ്ങൾ വായിക്കാതിരിക്കുന്നത്, അതിലൊന്നും പ്രശ്നമില്ല. ശ്രീമദ് ഭാഗവതം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിന്റെ എസെൻസ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്താണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്? ഒരു ഭക്തന്റെ അവബോധത്തിനെ സംരക്ഷിക്കും.
ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് ഭഗവത്ഗീതയിൽ പറയുന്ന 3 കാര്യത്തിനാണ് ഞാൻ വരുന്നത്. എന്താണ്? പരിത്രാണായ സാധൂന വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. യുഗം തോറും ഞാൻ അവതരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ശ്രീമദ് ഭാഗവതം. എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം വന്നിട്ട് ഈ 3 കാര്യങ്ങളും ചെയ്യുന്നത്? പരിത്രാണായ സാധൂനാം, സാധുക്കളെ പ്രൊട്ടക്ട് ചെയ്യും. ശ്രീമദ് ഭാഗവതം നമ്മളുടെ കോൺഷ്യസ്നെസ്സിനെ, അവബോധത്തിനെ പ്രൊട്ടക്ട് ചെയ്യും. നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരുന്നോളൂ, അതിൻ്റെ അകത്ത് നിങ്ങളുടെ അവബോധം അതിനെ അങ്ങനെ എടുത്തുകൊണ്ട് പോകും. പക്ഷെ ശ്രീമദ് ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അവബോധം എന്തിലേക്ക് പോകും? ഭഗവാനിലേക്ക് പോകും. നിങ്ങളുടെ അവബോധത്തിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് അത്. ഇനി രണ്ടാമത്, വിനാശായ ച ദുഷ്കൃതം. പുറമേയുള്ള ദുഷ്കൃതന്മാര് എന്ന് പറയുന്നതല്ല, നമ്മളുടെ ഉള്ളിലാണ് ദുഷ്കൃതം ഉള്ളത്. എന്താണ് ദുഷ്കൃതം? കാമ, ക്രോധ, ലോഭ, മോഹ തുടങ്ങിയ അനർത്ഥങ്ങളാണ് നമ്മളുടെ ഉള്ളിലെ ദുഷ്ടന്മാരെന്ന് പറയുന്നത്, അല്ലെ? രാവണന്മാരെന്ന് പറയുന്നത്, അസുരന്മാരെന്ന് പറയുന്നത്. ഇതിനെ എല്ലാത്തിനെയും മിസ്കൺസെപ്ഷൻസ് അല്ലെങ്കിൽ അബദ്ധധാരണകൾ എന്ന് വേണമെങ്കിൽ പറയും. ഇതിനെ എല്ലാത്തിനെയും എന്ത് ചെയ്യും? ശ്രീമദ് ഭാഗവതം മാറ്റിത്തരും. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം വരുമ്പോൾ ഈ അബദ്ധധാരണകളെല്ലാം വന്നിട്ട് മാറിക്കിട്ടും. അതാണ് പരിത്രാണായ സാധൂന വിനാശായ ച ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ. ശ്രീമദ് ഭാഗവതം വന്നിട്ട് ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കും. ഏത് ധർമ്മം? പ്രോജിത കൈതവ ധർമ്മ എന്ന് പറഞ്ഞ ബാക്കിയുള്ള ധർമ്മത്തിനെ എല്ലാം പരമമായിട്ടുള്ള ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീമദ് ഭാഗവതം വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രീമദ് ഭാഗവതം മാത്രം നമ്മൾ വായിച്ചാൽ മതി, മറ്റുള്ളത് വായിക്കരുതെന്നല്ല പറയുന്നത്. മറ്റുള്ളത് ശ്രീമദ് ഭാഗവതത്തിന്റെ ഗ്ലോറീസ് ആണ് പറയുന്നത്. ഒന്നും വായിച്ചില്ല, അതിന് സമയം കിട്ടിയില്ല എങ്കിലും ശ്രീമദ് ഭാഗവതം മാത്രം വായിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഭഗവാൻ തന്നെയാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. കൃഷ്ണ തുല്യ ഭാഗവത് വിഭു സർവാശ്രയ് പ്രതി ശ്ലോകെ പ്രതി അക്ഷരെ നാനാർത്ഥ്യകൈ. ചൈതന്യ മഹാപ്രഭു പറയുന്നു. കൃഷ്ണ തുല്യ ഭാഗവത്, കൃഷ്ണൻ തന്നെയാണ് ശ്രീമദ് ഭാഗവതം. വിഭു, സർവ ആശ്രയം, എല്ലാവർക്കും ആശ്രയം കൊടുക്കുന്ന വിഭുവാണ് അദ്ദേഹം. വലിയവനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനാണ് അദ്ദേഹം. ഇതിന്റെ ഓരോ അക്ഷരവും ഓരോ ശ്ലോകവും വായിച്ചു കഴിയുമ്പോഴത്തേനും പല പല തരത്തിലുള്ള റിയലൈസേഷൻസ് ആണ്, വിജ്ഞാനമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ പ്രത്യേകിച്ചു. അപ്പൊ ഇപ്പൊ എത്ര വരെ പറഞ്ഞു നമ്മള്? ധർമ്മപ്രോചിത കൈതവ അത്ര പരമ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയ ഉന്മൂലനം. ശ്രീമദ് ഭാഗവത്തെ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സാധ്യോ ഹൃതി അവരുദ്ധ്യതേ. എന്താണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ഗോൾ, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം വായിക്കുന്നത് കൊണ്ടുള്ള ഗോൾ എന്ന് പറയുന്നത്? ഹൃതി അവരുദ്ധ്യതേ ഈശ്വര സദ്യോ ഹൃതി അവരുദ്ധ്യതേ. എന്തിനാണ് ശ്രീമദ് ഭാഗവതം വായിക്കുന്നത്? ഭഗവാൻ വന്നിട്ട് നമ്മളുടെ ഹൃദയത്തിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ ഹൃദയത്തിൽ ഇല്ലേ? ഉണ്ട്, പക്ഷെ നമ്മൾ ആരും അത് മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. ഭഗവാൻ അവിടെ ഇരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിന്റെ സഹായം വേണം, അല്ലേ? അതും ഒരുപാട് നാളൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ശ്രീമദ് ഭാഗവതം as soon as one attentively and submissively hears ശ്രീമദ് ഭാഗവതം, അതായത് ശ്രീമദ് ഭാഗവതം വന്നിട്ട് നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വന്നിട്ട് പ്രത്യക്ഷനാകും. കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ശ്രീമദ് ഭാഗവതം എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അദ്ദേഹത്തിന്റെ മുഖം ദശമസ്കന്ധമാണ്, ലലാട്ടം എന്ന് പറയുന്നത് ഏകാദശ സ്കന്ധമാണ്, ശിരസ് 12ാമത്തെ സ്കന്ധമാണ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ, അല്ലേ? അപ്പോ ശ്രീകൃഷ്ണ ഭഗവാനെ ഹൃദയത്തിൽ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? ശ്രീമദ് ഭാഗവതം കേട്ടാൽ മതി. ശ്രീമദ് ഭാഗവത്തിൽ വീണ്ടും പറയുന്നു, പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനാം ഭാവസരോരുഹം. പ്രവിഷ്ട കർണരന്ധ്രേണ, നമ്മുടെ ചെവികളിൽ കൂടിയാണ്, കർണരന്ധ്രങ്ങളിൽ കൂടിയാണ് ഭഗവാൻ വരുന്നത്. എന്നിട്ട് എവിടെ വന്നിരിക്കും? സ്വാനാം ഭാവ സരോരുഹം, നമ്മളുടെ ഹൃദയത്തിലെ താമരപ്പൂവിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഇരുന്നാൽ എന്താ പ്രയോജനം? പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനാം ഭാവ സരോരുഹം ധുനോതി ശമലം കൃഷ്ണ. കൃഷ്ണനാണ് അവിടെ ജോലിയുള്ളത്, ശ്രീകൃഷ്ണ ഭഗവാനാണ് ജോലിയുള്ളത്. നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ച് ഹൃദയത്തിൽ ഇരുത്തിയാൽ മാത്രം മതി. ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ നിന്ന് അതെല്ലാം ക്ലീൻ ചെയ്തുകൊള്ളും. എന്തൊക്കെ? ശമലം, ധുനോതി ശമലം കൃഷ്ണ. സലിലസ്യ യഥാ ശരത്, ശരത്കാലത്തില്
ഈ മഴയെല്ലാം പെയ്തു കഴിഞ്ഞിട്ട് ഒഴുക്കെല്ലാം വന്നു കഴിയുമ്പോൾ തന്നെ എങ്ങനെയാണോ ആ നീരുറവുകളും അരുവികളും പിന്നെ പുഴകളും ഒക്കെ ക്ലിയർ ആകുന്നത്, അതേപോലെ നമ്മളുടെ ഹൃദയത്തിലുള്ള ആ ശമലം, അതായത് ഈ ഒരു അഴുക്കിനെ എല്ലാം ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഇരുന്ന് വൃത്തിയാക്കിക്കോളും. നമ്മൾ കൃഷ്ണനെ വിളിച്ച് അകത്തിരുത്തിയാൽ മാത്രം മതി. ഹൃദയത്തിന്റെ നമ്മളെ താമരയിൽ വന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ചിരുത്തിയാൽ മാത്രം മതി. ശ്രീകൃഷ്ണ ഭഗവാൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു കൊള്ളും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സനാതന ഗോസ്വാമി ശ്രീമദ് ഭാഗവതത്തെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്. സനാതന ഗോസ്വാമി വളരെയധികം പ്രായമുള്ള ആളാണ്. അങ്ങനെ പ്രായമുള്ള ആളായിരിക്കുമ്പോൾ അദ്ദേഹം ഗോവർദ്ധന പർവ്വതത്തിനെ പരിക്രമം ചെയ്യും. ഗോവർദ്ധന പർവ്വതത്തിനെ എല്ലാ ദിവസവും പരിക്രമം ചെയ്യും. പക്ഷെ പ്രായമായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഗോവർദ്ധന പർവ്വതത്തിനെ പരിക്രമം ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അദ്ദേഹം ശ്രീമദ് ഭാഗവതത്തിനെയും കൊണ്ടാണ് പരിക്രമം ചെയ്യുന്നത്. കാരണം കൃഷ്ണൻ തന്നെയാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് നമ്മളോട് എല്ലാവരോടും ഒരു ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് പറയുന്നത്, മത് ഏക ബന്ധോ, എനിക്ക് ഒരേ ഒരു ബന്ധുവേ ഉള്ളൂ, ശ്രീമദ് ഭാഗവതമാണ്. മത് സംഗീൻ, എന്റെ സുഹൃത്ത്. മത് ഗുരോ, മൻ മഹാധന, എന്റെ ധനം, എന്റെ ഗുരു. മൻ നിസ്താരക, മത് ഭാഗ്യ, എന്റെ ഭാഗ്യം, എന്നെ ഈ ലോകത്ത് നിന്നും രക്ഷിക്കാൻ പോകുന്ന ആൾ. മത് ആനന്ദോ നമോസ്തുതേ, എന്റെ ആനന്ദവും ഭഗവാൻ ശ്രീമദ് ഭാഗവതം തന്നെയാണ്. അത്രയധികം ഹൃദയത്തോട് ചേർത്താണ് സനാതന ഗോസ്വാമിയെ പോലുള്ള നമ്മുടെ പരമ്പരയിൽ വരുന്ന ആചാര്യന്മാർ ശ്രീമദ് ഭാഗവതത്തെ കാണുന്നത്. അത്ര മഹത്തരമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പോ നിർമത്സരാണാം സദാം വേദ്യം ധർമ്മപ്രോചിത കൈത്തവ, പിന്നെന്താണ്, അത്ര പരമ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയ ഉന്മൂലനം. പിന്നെന്താണ്, മഹാമുനികൃതേ കിം വാ പരേരീശ്വര സാധ്യോ ഹൃതി അവരുധ്യത്തെ അത്ര കൃതിഭി ശുശ്രൂഷുഭി തക്ഷണാത്. അധികം കാലം ഒന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരികയില്ല. അതാ ഇപ്പോളെ നിങ്ങൾ ഈ കേൾക്കുന്നത് തന്നെ ആരെ കുറിച്ചാണ്? ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചാണ്. സോ ആ പരമസത്യത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യുകയാണ്? പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. നമ്മൾ ഭാഗവതം പഠിക്കാൻ പോകുന്നതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. എന്താണ്? ഭാഗവതത്തിലെ കഥാപാത്രങ്ങളുമായിട്ട് നമ്മൾക്ക് ഒരു കൂട്ടുണ്ടാക്കണം, അതായത് ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കണം. അവരെങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ സ്വന്തം സ്വത്തായി കണ്ട് അല്ലെങ്കിൽ സ്വന്തം സർവസ്വമായി കണ്ട് ആരാധിച്ചത്, ഈ കാലത്തും അങ്ങനെ. അത് നടന്ന കാലം വ്യത്യസ്തമാണെങ്കിലും അവരെ അനുകരിക്കാൻ നമുക്ക് പറ്റില്ല എങ്കിലും അവരുടെ പ്രവർത്തനങ്ങളെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ, ആ ടീച്ചിങ്സിനെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഈ കലികാലത്തും ആ ഒരു അതായത് അവരുടെ ആ ക്യാരക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളുടെ ശ്രീമദ് ഭാഗവതത്തിലുള്ള എല്ലാ ഭക്തന്മാരുടെയും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മഹത്വം എന്ന് പറയുന്നത് നിലനിൽക്കുന്നതാണ്. നമ്മൾ വിചാരിക്കും അവരെല്ലാം പോയ കാലത്തുള്ള വ്യക്തികളല്ലേ, പക്ഷെ അല്ല. പോയ കാലത്തുള്ള വ്യക്തികളാണെങ്കിലും നമ്മൾക്ക് അവരിൽ നിന്നും ഒരുപാട് പാഠം ഉൾക്കൊള്ളാനുണ്ട്. അപ്പൊ നമ്മൾ ശ്രീമദ് ഭാഗവതം പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് ഭക്തിവേദാന്ത പെർപോർട്സ് അല്ലെങ്കിൽ ശ്രീല പ്രഭുപാദരെ പോലെയുള്ള ആ അത്ര ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരുടെ പെർപോർട്സ് വായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശ്രീമദ് ഭാഗവതത്തിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മുടെ സുഹൃത്തായി അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാരനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ശ്രീമദ് ഭാഗവതത്തിനെ കേട്ടുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ സ്വന്തം ഹൃദയത്തിൽ വന്നിട്ട് വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ശ്ലോകം അല്ലേ? രണ്ടാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്. ശരി, ഇനി മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ രണ്ടാമത്തെ ശ്ലോകം എന്താണ് നമ്മളോട് പറഞ്ഞത്? 7 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ശ്രീമദ് ഭാഗവതം, ഗ്ലോറീസ് ഓഫ് ശ്രീമദ് ഭാഗവതം, അതായത് ശ്രീമദ് ഭാഗവതത്തിന്റെ മഹത്വം. ഇനി ഇത് ഇത്ര മഹത്തരമായ ശ്രീമദ് ഭാഗവതം വായിക്കാൻ വേണ്ടി നമ്മളെ ക്ഷണിക്കുന്ന ശ്ലോകമാണ് മൂന്നാമത്തെ ശ്ലോകം. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. എന്താണ്? ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ട്. വേദങ്ങൾ എന്ന് പറയുന്നത്
ഒരുപാട് വാസ്റ്റ്, അതായത് എന്താണ്, സമുദ്രം പോലെയാണ് എന്ന് പറയും. ഒരുപാട് വാസ്റ്റ് ആണെന്ന്. അതായത് എന്താണ്, നമ്മൾ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഈ ജീവിതകാലത്ത് അത് വായിക്കാൻ പറ്റുമോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുകയില്ല. തന്നെയല്ല, അതിലുള്ള തത്വജ്ഞാനം എന്ന് പറയുന്നത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് മനസ്സിലാവുകയുള്ളൂ, ആ വേദങ്ങളെ മുഴുവനും മനസ്സിലാവുകയുള്ളൂ. ഇൻഡയറക്റ്റ് ആയിട്ടാണ് വേദങ്ങളിൽ പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനെ എല്ലാം വന്നിട്ട് കൽപ്പതരു എന്നാണ് പറയുന്നത്. നിഗമ കൽപ്പതരു. നിഗമ എന്ന് പറഞ്ഞാൽ വേദ സാഹിത്യങ്ങൾ, കൽപ്പതരു എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷം. എന്താണ് കൽപ്പവൃക്ഷം? നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും തെങ്ങ് ഒരു കൽപ്പവൃക്ഷമാണ്. അതായത് നമ്മൾ കൊച്ചിലെയൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉപന്യാസമൊക്കെ എഴുതിക്കുന്നത് എങ്ങനെയാണ് തെങ്ങ് കൽപ്പതരുവാകുന്നത് എന്ന്. കൽപ്പതരു എന്നത് ഇതിന്റെ അർത്ഥം ഒരാൾ ആ വൃക്ഷത്തിനെ സമീപിച്ച് എന്താഗ്രഹിക്കുന്നുവോ അയാളുടെ ആഗ്രഹം സാധിക്കും. അതാണ് കൽപ്പതരു എന്ന് പറയുന്നത്. വേദങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ജ്ഞാനകാന്ഡം, അതിൻ്റെ അകത്ത് കർമ്മകാന്ഡം, അതിൻ്റെ അകത്ത് ഈ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇന്ന കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും, ഇന്ന പിന്നെ ജ്ഞാനയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ബൈ പ്രോഡക്ട്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വേദങ്ങളിൽ. പക്ഷെ അതിൻ്റെ എല്ലാത്തിൻ്റെയും പരിപക്വമായി ഒരുപാട് ഫലങ്ങളുണ്ട്, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട് വേദങ്ങൾ പഠിക്കുന്നത്. സ്വർഗത്തിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ ജ്ഞാനം നേടണമെന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് വേദങ്ങളെ സ്വീകരിക്കാം. പക്ഷെ ആ വേദങ്ങളിൽ നിന്റെ അതിനെ ഒരു കൽപ്പതരുവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരാൾ എങ്ങനെയാണോ വേദസാഹിത്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാൾ അതിനെ സമീപിക്കുന്നത്, അതിനനുസരിച്ചാണ് വേദങ്ങൾ അയാൾക്ക് ഫലം കൊടുക്കുന്നത്. പക്ഷെ അതിൻ്റെ ഏറ്റവും പരിപക്വമായിട്ടുള്ള ഫലം അല്ലെ, നിഗമ കൽപ്പതരോർ ഗളിതം ഫലം. ഗളിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്വമായിട്ടുള്ള റൈപ്പൻഡ് ഫ്രൂട്ട് എന്നാണ് പറയുന്നത്, ഗളിതം ഫലം. പക്ഷേ ആ ഫലം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് ഡയറക്റ്റ്ലി കിട്ടുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വലിയ വൃക്ഷം, ആ വൃക്ഷത്തിന്റെ മേലെ ഒരു പഴുത്ത ഒരു മാമ്പഴം ഉണ്ടെന്ന് വിചാരിച്ചു. അത് ഞെട്ടറ്റ് താഴെ വീണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് താഴെ വീണ് കഴിയുമ്പോൾ പൊട്ടിച്ചെതറിപ്പോകും. അതിനെ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് മേലെ പോയി പറിച്ചു കഴിഞ്ഞാലേ എന്ത് ചെയ്യാം? പലതരത്തിലുള്ള മാമ്പഴം പറിക്കുന്നതിന് പല വിദ്യകളുണ്ട്. ഇപ്പൊ മാമ്പഴത്തിന്റെ സീസണാണ്, നിങ്ങൾ തോട്ടിയിട്ട് പറിക്കാം. പിന്നെ തോട്ടിയുടെ അറ്റത്ത് മറ്റേ ഒരു എന്താണ്, ഒരു കൂട പോലെ ഒരു സാധനം, തോട്ടി ഇങ്ങനെ ഇട്ട് വലിക്കുമ്പോഴേക്കും ആ കൂടയ്ക്കകത്തേക്ക് ഫലം വീഴും. അങ്ങനെ അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ വേറെ ഒരു രീതിയിൽ പണ്ട് ആൾക്കാർ പറിച്ചുകൊണ്ടിരുന്നത്, കുറച്ചധികം ആൾക്കാർ നിരനിരയായിട്ട് നിൽക്കും. എന്നിട്ട് ഏറ്റവും മുകളിലിരിക്കുന്ന ആള് ആ ഫലം പറിച്ചിട്ട് സൂക്ഷ്മതയോടുകൂടി അടുത്ത ആളിന്റെ കയ്യിൽ ഏൽപ്പിക്കും, അത് താഴെയുള്ള ആളിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അങ്ങനെ 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 കൈമാറി കൈമാറി താഴെ വരും. ഇത് ഏറ്റവും കൂടുതൽ വന്നിട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ഈ കൈമാറ്റമാണ്. വേദസാഹിത്യങ്ങളില് ഈ ഫലത്തിനെ, അതായത് ഈ നിഗമ എന്ന് പറഞ്ഞ വേദസാഹിത്യം, ഗളിതം ഫലം എന്ന് പറഞ്ഞ റൈപ്പൻഡ് ഫ്രൂട്ട്, ആ റൈപ്പൻഡ് ഫ്രൂട്ടിനെ ആരാണ് തന്നിരിക്കുന്നത്? ഈ പരമ്പര വഴിയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, ശുകമുഖാദ് അമൃതദ്രവ സംയുക്തം. ശുകമുഖാദ്, ശുക എന്ന് പറഞ്ഞാൽ പാരറ്റ് എന്നാണ് അർത്ഥം. പാരറ്റ്, അതായത് ശുകദേവ ഗോസ്വാമി എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണിയുടെ വാമഹസ്തസ്ഥിത ശുക, ശ്രീമതി രാധാറാണിയുടെ വാമഹസ്തത്തിലിരിക്കുന്ന പാരറ്റാണ്. ശ്രീമതി രാധാറാണി ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് ആ പാരറ്റിന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും പാരറ്റ് വന്നിട്ട് അത് ഏറ്റു പറയും, കൃഷ്ണ കൃഷ്ണ എന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗ്ലോറീസ് എല്ലാം ആ പാരറ്റ് ഏറ്റു പറയും. ആ പാരറ്റിന് രാധാറാണി വളരെയധികം എന്താണ് സ്നേഹത്തോടു കൂടി പോമിഗ്രാനേറ്റ്, മാതള നാരങ്ങയുടെ സീഡ്സ് ആണ് കഴിക്കാൻ കൊടുക്കുന്നത്. ഇത് വന്നിട്ട് ആനന്ദ വൃന്ദാവൻ ചമ്പൂല് വിവരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് മധുരമായിട്ടുള്ള, അതുകൊണ്ടാണ് ആ ശുഗന്റെ എന്താണ് ആ പാരറ്റിന്റെ ബീക്ക് എന്ന് പറയുന്നത് നല്ല ചോന്ന് തുടുത്തിരിക്കുന്നത് എന്ന് പറയും. അപ്പൊ ആ ശുഗനെയാണ്
ശുകദേവ ഗോസ്വാമിയുടെ രൂപത്തില് എന്ത് കിട്ടിയത്? വ്യാസ മഹർഷിക്ക് മകനായി കിട്ടിയത്. ശ്രീമദ് ഭാഗവതത്തിനെ എല്ലാം എഴുതി, വേദങ്ങളെല്ലാം വന്നിട്ട് എന്ത് ചെയ്തു, ക്രമത്തിൽ വന്നിട്ട് വിഭജിച്ചിട്ട് ഓരോ ഋഷിമാരെയൊക്കെ ഏൽപ്പിച്ചു. അങ്ങനെ അതിനെ എന്താണ് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഈ റൈപ്പൻഡ് ഫ്രൂട്ട് ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം എന്ത് ചെയ്യാൻ. ഈ ശ്രീമദ് ഭാഗവതത്തിനെ അതേപടി മനസ്സിലാക്കുന്ന, അതേപടി അക്സെപ്റ്റ് ചെയ്യുന്ന, അതേപടി പ്രചരിപ്പിക്കാൻ പറ്റുന്ന ആൾക്ക് മാത്രമേ ശ്രീമദ് ഭാഗവതത്തിന് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, കൊടുക്കാൻ പറ്റുകയുള്ളൂ. വ്യാസദേവനാണെങ്കിൽ ആലോചിച്ച് ഇത് ആർക്കാണ് പഠിപ്പിച്ചു കൊടുക്കുക? വ്യാസദേവന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമായി അദ്ദേഹത്തിന് ഉണ്ടായ പുത്രനാണ് ശുകദേവ ഗോസ്വാമി, അവധൂതൻ. അല്ലെങ്കിൽ 16 വർഷത്തോളം സ്വന്തം മാതാവിന്റെ ഉദരത്തിൽ ഇരുന്നിട്ട്, കാരണം പുറത്തിറങ്ങി വന്നാൽ എന്ത് ചെയ്യും, മായയ്ക്കടിമപ്പെട്ടു പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുറത്തു വരാൻ സാധിക്കുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ബ്രഹ്മജ്ഞാനം നേടിക്കോളാം എന്ന് വിചാരിച്ച് അമ്മയുടെ ഉള്ളിൽ തന്നെ ഇരുന്നു. പക്ഷേ ശ്രീമദ് ഭാഗവതത്തിൽ ഇനി വരും, ശുകദേവ ഗോസ്വാമിയെ കുറിച്ചുള്ള പ്രകീർത്തികളെല്ലാം വരും. പക്ഷെ എന്നാലും ഒരു ചെറുതായിട്ട് നമുക്കൊന്ന് പറയാം. ശ്രീമദ് ഭാഗവതത്തില് ശ്രീ വ്യാസദേവൻ വന്നിട്ട് ഡയറക്ട്ലി വന്നിട്ട് എവിടെ പോകുന്നു? ദ്വാരകാധീശനായ ഭഗവാനെ കാണാൻ പോകുന്നു. ശുകദേവ ഗോസ്വാമി, അതായത് ഈ പുത്രൻ ശ്രീമദ് ഭാഗവതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പിയന്റ് ആണ് എൻ്റെ മകൻ. പക്ഷെ അദ്ദേഹം പുറത്തു വരാൻ വേണ്ടിയിട്ട് വില്ലിങ് അല്ല, അല്ലെങ്കിൽ സമ്മതിക്കണില്ല. എന്തുകൊണ്ട്? മായയ്ക്കടിമപ്പെട്ടു പോകും എന്ന് ചിന്തിച്ചുകൊണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം അദ്ദേഹത്തിന് ഉറപ്പ് നൽകി, അങ്ങ് ഭൂമിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് മായയ്ക്കടിമപ്പെടുകയില്ല എന്ന് ഉറപ്പ് പറഞ്ഞതുകൊണ്ട് പുറത്തു വന്ന ആളാണ് ആര്? ശുകദേവ് ഗോസ്വാമി. 16 ഇയേഴ്സ്, 16 വയസ്സിൽ അദ്ദേഹം നഗ്നനായിട്ട് ഒരു സംസ്കാരവും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പരമ ഭാഗവതനാണ്. അതുകൊണ്ട് തന്നെ സംസ്കാരത്തിന്റെ ആവശ്യമേ ഇല്ല. സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിക്ക് ആ ദോഷങ്ങളെല്ലാം നീക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയകളാണ് സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഗർഭാധാന സംസ്കാരം, ഉപനയനം എന്നൊക്കെ പറയുന്ന സംസ്കാരങ്ങൾ. പക്ഷെ ഇതൊന്നും ശുകദേവ ഗോസ്വാമിക്ക് ആവശ്യമേ വന്നില്ല. കാരണം എന്താണ്? ഈ ഒരു പുത്രൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്പെഷ്യലി അദ്ദേഹം ഒരു പാരറ്റാണ്, രാധാറാണിയുടെ വാമഹസ്തത്തിലിരിക്കുന്ന പാരറ്റ്. അപ്പോൾ ഈ പാരറ്റ് എന്ത് ചെയ്യുന്നു? ആ ഫലത്തിനെ കൊത്തുന്നു. അങ്ങനെ കൊത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഭക്തി, അദ്ദേഹത്തിന്റെ ഭഗവാനോടുള്ള സ്നേഹം, ഇതെല്ലാം ചേർന്നിട്ട് ശ്രീമദ് ഭാഗവതം എന്ത് ചെയ്യുന്നു? കൂടുതൽ മധുരമുള്ളതാകും. ആ ശ്രീമദ് ഭാഗവതം ഒരു മാമ്പഴമാണ്. പക്ഷേ മാമ്പഴത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതിന് തൊലിയുമില്ല, അകത്ത് വിത്തുമില്ല. പിബത ഭാഗവതം രസമാലയം. എന്താണ് രസമാലയം? രസത്തിന്റെ ആലയം എന്ന് പറഞ്ഞാൽ ഷെൽട്ടർ, അല്ലെങ്കിൽ ആലയം എന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ് പ്ലേസ് എന്നാണ് അർത്ഥം. രസം, എന്ത് രസം? ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള പ്രേമത്തിന്റെ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പരിപക്വമായിട്ടുള്ള പരിശുദ്ധ ഭക്തിയുടേതായിട്ടുള്ള രസമാണ് എന്ത്? അത്. മാമ്പഴം എങ്ങനെയാണ് കഴിക്കുന്നത്? കടിച്ചു തിന്നുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ മാമ്പഴത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന് തൊലിയില്ല, അതിന് കളയേണ്ടതായിട്ടുള്ള ഒരു സാധനവും ഇല്ല. ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ മുഴുവൻ സ്വീകരിക്കാനുള്ളത് മാത്രമാണ്, ഒന്നും തള്ളിക്കളയാനില്ല. പിബതം ഭാഗവതം രസമാലയം. രസമാലയം എന്ന് പറഞ്ഞാൽ ശുകദേവ ഗോസ്വാമി അതിനെ സ്വന്തം സ്നേഹം കൊണ്ടും സ്വന്തം ജ്ഞാനം കൊണ്ടും എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ എല്ലാവർക്കും അപ്പടിയേ അങ്ങ് കുടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള രസമാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഹുരഹോ രസിക ഭുവി ഭാവുക, അല്ലയോ ഭാവുകരായിട്ടുള്ള അല്ലെങ്കിൽ അല്ലയോ സഹൃദയരായിട്ടുള്ള ആൾക്കാരെ ക്ഷണിക്കുകയാണ്. ഈ ഭാഗവതത്തെ ശ്രവിക്കാൻ വേണ്ടിയിട്ട് വന്നാലും എന്ന് ശ്രവിക്കുകയാണ്. അവര് ഗ്രന്ഥകർത്താവ് നമ്മളെ എന്ത് ചെയ്യുകയാണ്? ക്ഷണിക്കുകയാണ്. മുഹുരഹോ രസിക ഭുവി ഭാവുക. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിന്റെ ഈ നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, 1, 2, 3 ശ്ലോകങ്ങൾ 3 തരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടെ ഹയർ ഫിലോസഫി പറയുവാണെങ്കിൽ സംബന്ധ, ആഭിധേയ, പ്രയോജന, ഈ 3 കാര്യങ്ങളും എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സംബന്ധ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭഗവാനും നമ്മളും തമ്മിലുള്ള
ബന്ധം, അല്ലെങ്കിൽ ആരാണ് നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി, അതാണ് സംബന്ധം. കൃഷ്ണ സംബന്ധ എന്നാണ് പറയുന്നത്. ഭക്തി ആഭിധേയ, ഭക്തി രസാമൃത സിന്ധുവില് ഭക്തി ആഭിധേയ പ്രേമ പ്രയോജനം. അതായത് ഈ സംബന്ധം, ഞാനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് സംബന്ധം എന്ന് പറയുന്നത്. ആദ്യത്തെ ശ്ലോകം ജന്മാദ്യസ്യത, ഈ ഒരു സംബന്ധത്തെയാണ്, എന്താണ് പരമസത്യം എന്ന് കാണിക്കുന്നതാണ് ഈ ആദ്യത്തെ ശ്ലോകം. അതാണ് സംബന്ധ ശ്ലോകം. ഇനി ആഭിധേയ, എങ്ങനെയാണ് അതിലേക്ക് പോകേണ്ടത്, അതാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞത്. ധർമ്മപ്രോചിത കൈതവ പരമ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവം ശിവദം താപത്രയ ഉന്മൂലനം. ഇതെല്ലാം വന്നിട്ട് ശ്രീമദ് ഭാഗവതത്തിന്റെ ഗ്ലോറീസ് ആണ്. അതേപോലെ തന്നെ ഭക്തിയുടെയും ഗ്ലോറീസ് ആണ്. ആ ഭക്തിയാണ് എന്ത്, ആഭിധേയ. ഈ ബന്ധത്തിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ് അല്ലെങ്കിൽ പദ്ധതിയാണ് ആഭിധേയം എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും അവസാനം പ്രയോജനം. എന്താണ് പ്രയോജനം എന്ന് പറയുന്നത്? പ്രേമ. കൃഷ്ണ സംബന്ധ ഭക്തി അഭിധേയ പ്രേമ പ്രയോജന. അതായത് കൃഷ്ണ സംബന്ധ ഭക്തി അഭിധേയ പ്രേമ പ്രയോജന. പ്രേമം, ഭഗവത് പ്രേമം, അതായത് ഭൗതികമായിട്ടുള്ള പ്രേമമല്ല, അതീന്ദ്രിയമായിട്ടുള്ള ഭഗവാനോടുള്ള പരിശുദ്ധ ഭക്തിക്കാണ് പ്രേമം എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ്, അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് പ്രേമ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രേമത്തിലേക്കാണ് ഈ 3 ശ്ലോകങ്ങളും. അതായത് 1 സംബന്ധം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു, 2 ആഭിധേയ, എന്താണ് ആ പദ്ധതി എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു, 3 പ്രേമ. അതായത് ഈ ദ്രവം സുഖദേവ ഗോസ്വാമിയുടെ ചുണ്ടുകൾ കൊണ്ട് അത്ര ടേസ്റ്റി ആയിട്ടുള്ള ആ ദ്രവം നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? പ്രയോജനം, ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള പ്രേമം. അതാണ് ഈ 3 ശ്ലോകങ്ങളുടെയും അർത്ഥം. ഇനിയാണ് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പ്രില്യൂഡ് എന്ന് പറയും. ഒരു ബുക്കിന്റെ ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് ചുരുക്കത്തിൽ എന്താണ് അതിനകത്ത് പ്രതിപാദിക്കാൻ പോകുന്നത്, എന്താണ് ആ ബുക്ക് വായിക്കേണ്ടതിന്റെ ആവശ്യം എന്നതിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരികയാണ്. അപ്പൊ ഈ 3 ശ്ലോകങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഈ കഥാതന്തുവിലേക്ക് കടക്കും. ഹരേ കൃഷ്ണ.